ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അബുദാബിയിലുള്ള അൽവാദ മാളിലാണ് വന്നിരിക്കുന്നത്. വലിയ സെലിബ്രേഷനൊന്നും അല്ല കേട്ടോ, ഒരു കുട്ടി സെലിബ്രേഷനാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് കേക്ക് കട്ട് ചെയ്യണം, പിന്നെ നമ്മൾ ഫുഡ് കഴിക്കണം, അത്രയ്ക്കും ഉണ്ടാവുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേക്ക് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിച്ചു കാറിൽ ഉറക്കമായിരുന്നു. അവിടെ എത്താറൊക്കെ ആയപ്പോഴേക്കും നിച്ചു എഴുന്നേച്ചു. നിച്ചിനുള്ള ഫുഡ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണീറ്റ് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അവളൊന്ന് സെറ്റാക്കി. നമ്മളിനിപ്പോൾ മാളിലേക്ക് ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുവാണ്. ഫുഡ് കോർട്ടിൽ പോയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് എപ്പോഴും അൽവാദ മാളിൽ അൽബേക്ക് ആയിരിക്കും കേട്ടോ. അൽബേക്കിലെ ബർഗറും ചിക്കൻ നഗറ്റ്സും ഒക്കെ നമ്മൾ ഓർഡർ ചെയ്യാൻ പോകുന്നത്. ചേട്ടന് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടന് കേക്ക് കട്ട് ചെയ്യാനോട് ഇത്ര താല്പര്യമില്ല കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിച്ചാണ് കേക്ക് കട്ട് ചെയ്യാനൊക്കെ സമ്മതിപ്പിച്ചത്. അപ്പം ഞാനൊരു വലിയ കേക്കൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ചേട്ടൻ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നുണ്ടായില്ല. ചേട്ടനൊരു ഐഡിയ പറഞ്ഞു, ടിം ഹോട്ടൻസിൽ പോയിട്ട് ചെറിയൊരു കപ്പ് കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ചേട്ടൻ നമ്മുടെ ബർത്ത്ഡേക്ക് ആണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഒക്കെയാണ്. സ്വന്തം ബർത്ത്ഡേ വന്നപ്പോൾ ആൾക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല, അധികം വേണ്ട എന്നുള്ള രീതിയിലേക്കാണ്. പിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ലല്ലോ, ഞാൻ ചേട്ടനും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുവാണ് കേട്ടോ. നിച്ചു കാറിക്കിടന്ന് നന്നായിട്ട് ഉറങ്ങിയതുകൊണ്ട് നല്ല മൂഡായിരുന്നു. അത് നമുക്ക് അവളെ ഹാൻഡിൽ ചെയ്യാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ നല്ല ആക്റ്റീവായിട്ട് അവളെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ കരച്ചിൽ തന്നെയായിരിക്കും. ഇന്ന് അവൾ നല്ല ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ മിക്കപ്പോഴും ഇവിടെ അൽബേക്ക് കഴിക്കാൻ വരുമ്പോൾ നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പം അതും പ്രതീക്ഷിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയത്. പക്ഷെ എന്താ അന്നത്തെ ദിവസം വലിയ തിരക്കൊന്നും കണ്ടില്ല. ക്യൂ നിൽക്കാനൊന്നും അധികം ആളുകളില്ല. അപ്പോൾ ചേട്ടൻ എന്നോട് പറഞ്ഞു, അപ്പുറത്തെ സൈഡിൽ വിൻഡോയുടെ അവിടെ ആയിട്ടുള്ള സീറ്റ് കിട്ടുമെന്ന് പോയി നോക്ക്, അങ്ങനെയെങ്കിൽ അവിടെ പോയി ഇരുന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും നെച്ചും കൂടി അങ്ങോട്ടേക്ക് പോയി നോക്കുവാണ്. പക്ഷെ ഓൾമോസ്റ്റ് അവിടെ വിൻഡോയിലുള്ള സീറ്റുകളൊക്കെ ഫുള്ളായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അവിടെ സീറ്റ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ തന്നെയുള്ള സീറ്റാണ് എടുത്തത്. ഫ്രണ്ടിലാകുമ്പോൾ കുറച്ചുകൂടി ലേറ്റ് ഉണ്ടാവും. ഇവിടെ നമുക്ക് ലേറ്റ് കുറവാണെങ്കിലും നമുക്ക് വിൻഡോ ഉള്ള സീറ്റ് കിട്ടും. അവിടെ വിൻഡോ ഉള്ള സീറ്റൊക്കെ ഫുള്ളായിരുന്നു. നമ്മളിവിടെ വന്ന് ഈ ടേബിളാണ് കേട്ടോ നമ്മളെടുത്തത്. ഞാൻ നിച്ചുവിനെ അവിടെ ഇരുത്തിയൊന്ന് ജസ്റ്റ് ഓക്കെ ആക്കിയാണ്. അപ്പോൾ ചേട്ടൻ അവിടെ ഓർഡർ ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അൽബേക്കിൽ നമ്മൾ ഓർഡർ ചെയ്യുന്നത് ചിക്കൻ നഗറ്റ്സും ബർഗറും ആയിരിക്കും കേട്ടോ. ചിക്കൻ ബർഗറും ആയിരിക്കും. ഇവിടെ എപ്പോൾ വരുമ്പോഴും നല്ല തിരക്കും ഒരുപാട് വെയിറ്റിംഗ് ടൈം ഉണ്ടാവാറുണ്ട്. പിന്നെ അധികം തിരക്കില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് കിട്ടും എന്ന് വിചാരിക്കുന്നു. നിച്ചു കാറിൽ നന്നായിട്ട് ഉറങ്ങിയതുകൊണ്ട് നല്ല മൂഡിലിരിക്കുവാണ്. ഫുഡ് പെട്ടെന്ന് തന്നെ കിട്ടുവാണെങ്കിൽ കഴിക്കായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആയാൽ നിച്ചുവിന് വാശിയാകും. വലിയ തിരക്കൊന്നുമില്ല. അപ്പം നമ്മളിവിടെ അൽബേക്ക് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ചേട്ടൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് നമ്മൾ അൽബേക്ക് കഴിക്കാനായിട്ട് അൽവാദ മാളിൽ വന്നിരിക്കുകയാണ്. അപ്പം നിച്ചു ഞാനും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ചേട്ടൻ്റെ അവിടെ ഓർഡർ ചെയ്യാനായിട്ട് പോയിരിക്കുകയാണ് കേട്ടോ. പിന്നെ വീക്ക് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. അതുകൊണ്ട് പെട്ടെന്ന് സാധനം കിട്ടുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇവിടെ വന്നാൽ ഭയങ്കര തിരക്കായിരിക്കും, ഒറ്റ സീറ്റ് പോലും ഒഴിവുണ്ടാവാറില്ല. ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് സീറ്റ് കിട്ടി. ഇവിടെയൊക്കെ പാല് ഫുള്ളായിരിക്കും. അപ്പം ഞങ്ങൾ അൽബേക്കിൻ്റെ വീഡിയോ നെക്സ്റ്റ് ഇടാം കേട്ടോ. ചേട്ടൻ സാധനമൊക്കെ ആയിട്ട് വരട്ടെ. ഇവിടെ ആദ്യം ഓർഡർ സ്വീകരിച്ച് കുറേ നേരം കഴിഞ്ഞിട്ട് നമുക്ക് തരുള്ളൂ. ഇന്ന് എങ്ങനെയാണെന്ന് നോക്കട്ടെ. കുറേ നേരം എന്ന് വെച്ചാൽ ഭയങ്കര സീറ്റിലായിരുന്നല്ലേ, അപ്പോൾ ഇന്ന് പെട്ടെന്ന് കിട്ടുമോ നോക്കാം. നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നു, നല്ല വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു. ഇത്ര നേരമായിട്ടും ഫുഡ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നിച്ചുവിൻ്റെ മൂടൊക്കെ ഏകദേശം മാറി തുടങ്ങി. ആൾ ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ആൾ കുറച്ച് കഴിയുമ്പോൾ ടേബിളിൻ്റെ മുകളിലൊക്കെ ഇരുത്തി നോക്കി. ആൾ ഇത്തിരി വികൃതികളൊക്കെ കാണിക്കാനൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ ചേട്ടന് ഇനിയും വന്നില്ലെങ്കിൽ പണി പാളും. നിച്ചു നമ്മളെ കൊണ്ട് ഫുഡ് കഴിപ്പിക്കില്ല. അവസാനം കാത്തിരിപ്പിനൊടുവിൽ ചേട്ടൻ ഫുഡായിട്ട് എത്തിയിട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ചിക്കൻ ബർഗർ, ചിക്കൻ നഗറ്റ്സ്, പിന്നെ പെപ്സി, പിന്നെ പൊട്ടറ്റോ ചിപ്സൊക്കെ ഉണ്ടാവും, പിന്നെ ഒരു ബണ്ണ് ഉണ്ടാവും. അപ്പോൾ ഈ ബണ്ണ് നമ്മൾ നിച്ചുവിന് കൊടുക്കാം, ജസ്റ്റ് കളിക്കാനായിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അവളെ കൊണ്ട് കഴിപ്പിക്കില്ല കേട്ടോ. അവൾക്ക് ഇങ്ങനെ പുറത്തുള്ള സാധനങ്ങളും നമ്മൾ കഴിക്കാൻ ഇതുവരെയായിട്ടും കൊടുത്തിട്ടില്ല. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ മാത്രം നമ്മൾ നിച്ചുവിന് ഇതുവരെയായിട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അവളുടെ കാരണം നമ്മുടെ ഫുഡിൽ തന്നെയാണ് ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുക കേട്ടോ, പാവം. പക്ഷെ നമ്മൾ ഫുഡൊക്കെ അവൾക്ക് കൊടുത്തിട്ടാണ് കേട്ടോ വന്നത്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നിച്ചു സമ്മതിക്കാതെ ഇപ്പോൾ നമ്മൾ അവിടെ ഇരുന്നൊരു ബണ്ണ് കൊടുത്തു കേട്ടോ. ബർഗറിൻ്റെ ഒപ്പം കിട്ടിയൊരു ബണ്ണായിരുന്നു, അത് അവൾക്ക് കൊടുത്തു. അവളത് കയ്യിൽ വെച്ച് ഇങ്ങനെ പിച്ചി ചീന്തി അവിടെ കുറച്ചൊക്കെ ഇട്ടു. അല്ലാതെ അവൾ കഴിച്ചൊന്നുമില്ല, അവളെ കൂടെ കഴിപ്പിക്കാൻ നമ്മൾ സമ്മതിച്ചില്ല കേട്ടോ.
പിന്നെ അവിടെ കുറച്ച് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ അവിടെ ഓടിച്ചാടി കളിക്കണേയൊക്കെ നോക്കിയൊക്കെ അവൾ ഇരുന്നു കുറച്ച് നേരമൊക്കെ. കുറച്ച് നേരം അതൊക്കെ നോക്കിയിരുന്നുള്ളൂ. പിന്നെ ഫുഡ് തട്ടിപ്പറിക്കാനും അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ വലിച്ച് താഴെ ഇടാനൊക്കെ ആയിരുന്നു ആളുടെ ശ്രദ്ധ കൂടുതൽ. പിന്നെ അൽബേക്കിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ, സൂപ്പർ സൂപ്പർ സൂപ്പർ. നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഞാൻ വാഷ്റൂമിലൊക്കെ പോയി കൈയൊക്കെ കഴുകി. ഇനിയാണ് നമ്മൾ ബർത്ത്ഡേയുടെ മെയിൻ പരിപാടി, നമുക്ക് കേക്ക് കട്ട് ചെയ്യണ്ടേ. അപ്പോൾ ടിം ഹോട്ടൻസിൽ നമ്മൾ ചെറിയൊരു വെൽവെറ്റിൻ്റെ കപ്പ് കേക്കാണ് കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു ഹോട്ട് കോഫിയും കൂടി നമ്മൾ ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ ഓർഡർ ചെയ്യാനായിട്ട് നിൽക്കുവാണ്. എൻ്റെ പ്ലാനിലുള്ള ബർത്ത്ഡേ ഇത്രയ്ക്ക് സിമ്പിളായിരുന്നില്ല കേട്ടോ. ഞാനൊരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കേക്കൊക്കെ വാങ്ങിച്ചു അവിടെ വെച്ച് കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ചേട്ടൻ ഒട്ടും സമ്മതിക്കുന്നുണ്ടായില്ല. ചേട്ടൻ ഭയങ്കര സിമ്പിളായിട്ട് സെലിബ്രേറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. കേക്ക് പോലും കട്ട് ചെയ്യാൻ ആൾക്ക് ഇഷ്ടമുണ്ടായില്ല. പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഈ ഒരു കുഞ്ഞ് കപ്പ് കേക്കെങ്കിലും കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടെ കുറേ കേക്ക് പീസുകളുണ്ട് കേട്ടോ, കപ്പ് കേക്കുകൾ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ വേറെ ആൾ ഓർഡർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റാണ് ചേട്ടൻ ഓർഡർ കൊടുക്കുന്നത്. അപ്പം നമ്മൾ വാങ്ങാൻ പോകുന്ന കപ്പ് കേക്ക് റെഡ് വെൽവെറ്റിൻ്റെ കപ്പ് കേക്കാണ് കേട്ടോ. ഞാനും നിച്ചോളും ടേബിളിൽ പോയി ഇരുന്നു കേട്ടോ. ചേട്ടൻ ഓർഡർ കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമായിരുന്നു, ഭയങ്കര ക്വൈറ്റ് ആൻഡ് കാമായിരുന്നു. എനിക്കവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി റെസ്റ്റോറൻറ്റിൽ പോയി കേക്ക് കട്ട് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഇത് തന്നെയായിരുന്നു കേട്ടോ. ചേട്ടൻ്റെ ഡിസിഷൻ കറക്റ്റായിരുന്നു. അപ്പോൾ ചേട്ടൻ കേക്കൊക്കെ ആയിട്ട് വന്നു. നെക്സ്റ്റ് അപ്പോൾ കേക്ക് കട്ടിങ്. നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞു. ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നെങ്കിലും ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നത്തെ ദിവസം ഭയങ്കര രസമുള്ളതായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞാൻ വിചാരിച്ചതിനേക്ക് ഏറ്റവും നന്നായിട്ട് ചേട്ടൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ എല്ലാവർക്കും ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേട്ടൻ്റെ ഈ ബർത്ത്ഡേ വ്ളോഗ് ഇത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണം കേട്ടോ. കൂട്ടത്തിൽ ആ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.